Hi everyone, welcome to Bosco Campus Vision. I am Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 24th lecture of Company Administration. Here in this session, I am going to deal with Articles of Association and its contents. Articles of Association is an important document of a joint stock company. It contains the rules and regulations or bylaws of the company. They are related to the internal working or management of the company. It plays a very important role in the affairs of a company. It deals with the rights of the members of the company between themselves. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളിൽ ഒന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇതിന് മുമ്പുള്ള സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബൈലോ അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെ ഇൻറ്റേർണലി മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. അതിന് പുറമേ നമുക്ക് ഒരു കമ്പനിക്ക് ഒരിക്കലും പ്രവർത്തിക്കാനേ പറ്റത്തില്ല. ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് രേഖപ്പെടുത്തിയിരിക്കാത്ത കാര്യങ്ങളൊന്നും കമ്പനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതുപോലെ അതിനകത്താണ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കണം കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, എങ്ങനെയായിരിക്കണം നമ്മൾ കമ്പനി ഇൻറ്റേർണലി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. അതുപോലെ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദി കമ്പനി, നമ്മുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് ആഭ്യന്തരമായ കാര്യങ്ങളെല്ലാം തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, അവർക്കൊക്കെ എന്തെല്ലാം അധികാരങ്ങളുണ്ട്, എന്തെല്ലാം അവകാശങ്ങളുണ്ട് കമ്പനിയിൽ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും ഏത് ഡോക്യുമെൻറ്റിലാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. The contents of Articles of Association should not contradict with the Companies Act and the Memorandum of Association. If the document contains anything contrary to the Companies Act or the Memorandum of Association, it will be inoperative. Articles of Association is always subordinate to Companies Act and Memorandum of Association. നമുക്ക് ഒരിക്കലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് കമ്പനീസ് ആക്റ്റിൽ പറയാത്തൊരു കാര്യമോ അല്ലെങ്കിൽ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യമോ ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അതിന് യാതൊരു വാലിഡിറ്റി ഇല്ല, അത് ഇന്നോപ്പറേറ്റീവ് ആയി പോകും, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനീസ് ആക്റ്റിൽ ഉൾപ്പെടുത്താത്ത കാര്യമോ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറയാത്ത കാര്യമോ നമുക്ക് ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്താനും സാധിക്കുകയില്ല. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ചെയ്യാനും സാധിക്കുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തില്ല, ഒരു വാലിഡിറ്റി ഇല്ല. The private concern that are limited by shares and those limited by guarantee and unlimited companies must have their articles of association. Public companies may not have their articles but may adopt model articles given in Table A of Schedule 1 of Companies Act. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിക്കോട്ടെ, ഇതിലേത് തന്നെയാണെങ്കിലും പ്രൈവറ്റ് കമ്പനീസിന് അവരുടെ സ്വന്തമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ പബ്ലിക് കമ്പനീസിന് സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്നില്ല. എന്നാൽ കമ്പനീസ് ആക്ട് ടേബിൾ എയിൽ ഷെഡ്യൂൾ 1 പ്രകാരമുള്ള ആർട്ടിക്കിൾസ് അവർക്ക് ഉപയോഗിക്കാം, അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പ്രൈവറ്റ് കമ്പനീസ്, അതായത് ലിമിറ്റഡ് ബൈ ഷെയർ ആയിക്കോട്ടെ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിക്കോട്ടെ, അൺലിമിറ്റഡ് കമ്പനി ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും എന്ത് വേണം, സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ പബ്ലിക് കമ്പനീസിന് സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്നില്ല. കമ്പനീസ് ആക്റ്റിൽ ടേബിൾ എ ഷെഡ്യൂൾ 1 പ്രകാരം, അതായത് അതിനകത്തുള്ള നിയമപ്രകാരം പബ്ലിക് കമ്പനീസിന് വർക്ക് ചെയ്യാവുന്നതാണ്.
If a public company has only some articles of its own, for the rest, articles of Table A will be applicable. Articles that are preferred to be registered should be printed, segmented well, and sequenced consecutively. Each subscriber to Memorandum of Association must sign the articles in the presence of at least one witness. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് കമ്പനീസിന് സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം എന്നില്ല. അവർക്ക് എന്ത് ചെയ്യാം? കമ്പനീസ് ആക്ടിൽ ടേബിൾ എ ഷെഡ്യൂൾ 1 പ്രകാരമുള്ള നിയമം അനുസരിച്ച് ഫങ്ഷൻ ചെയ്യാവുന്നതാണ്. പബ്ലിക് കമ്പനീസ് ചില കാര്യങ്ങൾ ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ആർട്ടിക്കിൾസിലുള്ള നിയമപ്രകാരം ചെയ്യാവുന്നതാണ്. എന്നാൽ ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഷെഡ്യൂൾ 1 ടേബിൾ എ പ്രകാരമുള്ള നിയമമായിരിക്കും അവർക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. അതുപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെഗ്മെൻറ്റഡ് ആയിരിക്കണം. അതായത് ഓരോ പാരഗ്രാഫായിട്ട് തിരിച്ച്, അതായത് ഓരോ നിയമങ്ങളും ഓരോ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇനി അതെല്ലാം സീക്വൻസ്ഡ് ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ഇട്ട് സീക്വൻസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ ഇൻറ്റേർണൽ അഫയേഴ്സിനെ കുറിച്ചുള്ള ഓരോ നിയമങ്ങളും എഴുതിയിരിക്കേണ്ടത്. സീക്വൻസ്ഡ് ആയിരിക്കണം, സെഗ്മെൻറ്റഡ് ആയിരിക്കണം, അതുപോലെ അത് പ്രിൻ്റ് ആയിരിക്കണം. അതുമാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് രേഖപ്പെടുത്തിയ ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തിരിക്കണം? ആർട്ടിക്കിൾസിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ഒരു വിറ്റ്നസ്സിൻ്റെ മുന്നിൽ വെച്ച്, ഒരു സാക്ഷിയുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഈ ആർട്ടിക്കിൾസിനകത്ത് സൈൻ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇസ് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ നിയമങ്ങൾ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് subdivision, rights of various shareholders, the relationship of these rights, share certificates, payment of commission. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, അത് എത്ര രൂപയുടെ ഷെയർ ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണ് അതിനകത്ത്, അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഫുൾ പേ ചെയ്ത ആളുകൾക്കാണോ അതോ പാർഷ്യൽ പേയ്മെൻറ്റ് നടത്തിയ ആളുകൾക്കാണോ, എങ്ങനെയാണ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതുപോലെ പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ. ഇനിയിപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഏതെങ്കിലും രീതിയിലുള്ള കമ്മീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. സെക്കൻഡ് വൺ ഇസ് ലീൻ ഓഫ് ഷെയർസ്. ടു റീറ്റെയിൻ ഓർ ഹോൾഡ് ദി പൊസഷൻ ഓഫ് ഷെയർസ് ഇൻ കേസ് ദി മെമ്പർ ഈസ് അനേബിൾ ടു പേ ഹിസ് ഡെറ്റ് ടു ദി കമ്പനി. ഇപ്പോൾ ലീൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർസ് കൈവശം വെച്ചിരിക്കാനുള്ള അവകാശമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ നമുക്ക് പൈസ തരാനുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഷെയർ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ വ്യക്തമാക്കിയിരിക്കണം. തേർഡ് വൺ ഇസ് കോൾസ് ഓൺ ഷെയർ. Calls on shares include the whole or part unpaid on each share which has to be paid by the shareholders on the demand of the company. Calls on shares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ള എമൗണ്ട്, അതായത് അൺപെയ്ഡ് എമൗണ്ട് കമ്പനിയുടെ ഡിമാൻഡ് അനുസരിച്ച്, അതായത് കമ്പനിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുമ്പോഴാണ് നമ്മളതിനെ കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വാങ്ങിക്കണം, അതായത് മൊത്തമായിട്ട് മേടിക്കണോ അതോ പാർട്ടായിട്ട് മേടിക്കണോ, എന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ മാത്രമേ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷെയർസ് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഫോർത്ത് വൺ ഇസ്
transfer of shares. The articles of association include the process for the transfer of shares by the shareholder to other person. അതായത് ഒരു കമ്പനിയുടെ ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ഷെയർ ഹോൾഡറിന് അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്താണ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് കമ്പനീസിനാണ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉള്ളത്, റെസ്ട്രിക്ഷൻ ഇല്ലാത്തതെന്ന്. പ്രൈവറ്റ് കമ്പനീസിന് എന്തുണ്ട്? ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട്, അവർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പബ്ലിക് കമ്പനീസിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ റെസ്ട്രിക്ഷൻ ഉള്ള കമ്പനീസ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് രേഖപ്പെടുത്തണം, ഇല്ലാത്തത് റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ള കാര്യം ഇവിടെ രേഖപ്പെടുത്തണം. നെക്സ്റ്റ് ഇസ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. Transmission includes title devolution by succession, death, marriage, insolvency, etc. ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ അവകാശം മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുന്നു, ട്രാൻസ്ഫർ ആവുന്നു. ഓണർഷിപ്പ് ടൈറ്റിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിൻ്റെ അവകാശം ട്രാൻസ്ഫർ ആവുന്ന എപ്പോഴൊക്കെയാണ്? സക്സഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പിന്തുടർച്ചക്കാർക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്വത്തിൻ്റെ അവകാശം കിട്ടും. അതുപോലെ തന്നെ മരണം, ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വത്തിൻ്റെ അവകാശം എന്താണ്? നമ്മുടെ ലീഗൽ ഹയേഴ്സിനായിരിക്കും അല്ലേ. അതുപോലെ മാരേജിൻ്റെ സമയത്ത് എന്താണ്? ഭർത്താവിൻ്റെ ഷെയറിനുള്ള അവകാശം ഭാര്യയ്ക്കും ഭാര്യയുടെ ഷെയറിനുള്ള അവകാശം ഭർത്താവിനും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുപോലെ ഇൻസോൾവൻസി, ഒരാൾ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ അയാളുടെ സ്വത്തിൻ്റെ അവകാശം എന്താണ്? മറ്റാൾക്ക് ട്രാൻസ്ഫറായി പോകും. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഒരാളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ അവകാശം ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മറ്റൊരാളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് forfeiture of shares. The Articles of Association provides for the forfeiture of shares if the purchase requirements such as paying call money are not met with. forfeiture of shares എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അല്ലേ. ഇപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ കമ്പനിയുടെ ഷെയർ ക്യാൻസൽ ചെയ്യും? ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കോൾ മണീസ് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുമോ, ഇല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ഇസ് surrender of shares. Surrender of shares is when the shareholders voluntarily gives back or return the shares they own to the company. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയാ അവരുടെ ഷെയർസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തിൻ്റെ ഷെയർ സറണ്ടർ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ഇസ് ദി കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ സ്റ്റോക്ക്. In consonance with the Articles of Association, the company can convert the shares into stock by an ordinary resolution in a general meeting. കമ്പനീസിന് ഷെയർസ് സ്റ്റോക്കായിട്ട് മാറ്റാനുള്ള അവകാശമുണ്ടോ? അതായത് ഭാവിയിൽ കമ്പനീസിന് ഷെയർസിനെ സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷെയർ ക്യാപിറ്റലിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഇനി കൺസോൾട്ടേഷൻ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ഇനി കമ്പനിക്ക് ഷെയർസിനെ സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്ന് ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കമ്പനിക്ക് ഷെയർസിനെ സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇസ് ഷെയർ വാറൻറ്റ്. A share warrant is a bearer document relating to the title of shares and cannot be issued by private companies. Only public limited companies can issue a share warrant. അപ്പോൾ ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ഈ ഷെയറിന് അയാൾക്ക് അവകാശമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇത് പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യാറില്ല, ഇഷ്യൂ ചെയ്യാറില്ല. പബ്ലിക് കമ്പനീസ് മാത്രമേ ഇങ്ങനൊരു ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ കമ്പനിക്ക് ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ഇസ് ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ. Increase, decrease or rearrangement of capital must be done as the Articles of Association provide.
ചിലപ്പോൾ കമ്പനിക്ക് ഭാവിയിൽ ക്യാപിറ്റൽ നമ്മുടെ ക്യാപിറ്റൽ ചിലപ്പോൾ കൂട്ടേണ്ടതായിട്ട് വരും, കുറയ്ക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്, ചിലപ്പോൾ ഷെയർസ് കൺസോളിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സബ് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് റീ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഭാവിയിൽ കമ്പനീസിന് അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറഞ്ഞിരിക്കണം. Next is general meetings and proceedings. All the provisions relating to the general meetings and the manner in which they are to be conducted are to be contained in the Articles of Association. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് എന്ത് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തേ പറ്റൂ, എല്ലാ മെമ്പേഴ്സിനെ അറിയിച്ചേ പറ്റൂ. അപ്പോൾ ഏത് രീതിയിലാണ് ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വിശദീകരിച്ചിരിക്കണം. Next is voting rights of members, whether voting by poll, proxies, the members' right to vote on certain company matters, and the manner in which voting can be done is provided in the Articles of Association. അപ്പോൾ നമ്മൾ നേരത്തെ മുതലേ പറയുന്നു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നൊക്കെ. അപ്പോൾ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 75% ആളുകൾ എന്ത് ചെയ്തിരിക്കണം, ആ തീരുമാനത്തോട് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കണം. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആളുകൾ എന്ത് ചെയ്തിരിക്കണം, ആ തീരുമാനത്തോട് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കണം. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ്, ഇപ്പോൾ വോട്ടിംഗ് ബൈ പോളാണോ, പ്രോക്സീസ് അതായത് പകരം ആളുകൾക്ക് എന്ത് ചെയ്യാമോ, വോട്ട് ചെയ്യാമോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്കും എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഡയറക്ടേഴ്സ്. Their appointment, remuneration, qualifications, powers and proceedings of the board of directors meetings. അടുത്തത് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. അവരെ എങ്ങനെയാണ് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, അവർക്ക് എങ്ങനെയാണ് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത്, ഡയറക്ടേഴ്സ് മീറ്റിംഗ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ആ ഡയറക്ടേഴ്സ് മീറ്റിംഗ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾസിനകത്ത് എന്ത് ചെയ്തിരിക്കണം, വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതിന് പുറമെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്ടേഴ്സിന് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതെന്താണ്, അൾട്രാ വയസ് ആക്റ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഡിവിഡൻസ് ആൻഡ് റിസർവ്സ്. The Articles of Association of a company also provide for the distribution of dividend to the shareholders. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ വിഹിതം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും, ഡിവിഡൻഡ് എന്ന് പേര് വിളിക്കും. ഇതേ പ്രോഫിറ്റിന് തന്നെ നമ്മൾ വീതിച്ചു കൊടുക്കുന്നില്ല, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, എന്ത് പറയും, റിസർവ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനത്തോളം ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കണം, അതായത് ഡിവിഡൻഡായിട്ട് കൊടുക്കണം, എത്ര ശതമാനത്തോളം നമ്മൾ റിസർവായിട്ട് വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. Next is accounts and audits. The auditing of a company shall be done subject to the provisions of the Articles of Association of the company. അപ്പം നമുക്കറിയാം ഏതൊരു കമ്പനി ആണെങ്കിലും എന്ത് ചെയ്തിരിക്കണം, വർഷാവസാനം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്തിരിക്കണം. അത് സമയാസമയങ്ങളിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എത്ര നാൾ കൂടുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം, എത്ര നാൾ കൂടുമ്പോൾ അവർ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ്സ് നടത്തിയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ബോറോയിങ് പവേഴ്സ്. Every company has powers to borrow. However, this must be done according to the Articles of Association of the company. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനിക്ക് പുറത്തുനിന്ന് ബോറോ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ബോറോ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഒരു കമ്പനിക്ക് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ഫണ്ട് ബോറോ ചെയ്യാം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു കമ്പനിക്കും ഫണ്ട് ബോറോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ബോറോയിങ്സ് കമ്പനി നടത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനീസ് അതിനെ നമ്മൾ അൾട്രാ വയസ് ആക്റ്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഈസ് വൈൻഡിങ് അപ്പ്.
Provisions relating to the winding up of the company finds mentioned in articles of association of the company and must be done accordingly. അതായത് ഒരു കമ്പനി അഥവാ ലിക്വിഡേറ്റ് ചെയ്യേണ്ട സമയത്ത് ലിക്വിഡേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ആ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ കമ്പനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay students, thank you for watching. Stay safe at home.